ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല 2 ജ്യൂസ് റെസിപ്പീസ് ആയിട്ടാണ്. ഇത് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടല്ല, പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഈ 2 ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് നോമ്പ് തുറയുടെ സമയത്തൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്, അതേപോലെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾ ട്രൈ ചെയ്യുന്ന റെസിപ്പി തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചക്ക വേണം. ചക്കയാണ് മെയിനായിട്ട്. പിന്നെ അതിൽ കൂടി ഞാൻ സ്വീറ്റ് മെലൺ ചേർക്കുന്നുണ്ട്, അതേപോലെ 2 പഴവും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഗ്രൈൻഡർ എടുത്തിട്ട് ചക്കയുടെ ചോളയും അതേപോലെ കുറച്ച് ഈത്തപ്പഴം ഇട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് അതിനി ഒരു ജ്യൂസറിക്ക് ഇട്ടിട്ട് അതിൽ കൂടി നേരത്തെ പീസാക്കി വെച്ചിട്ടുള്ള സ്വീറ്റ് മെലണും അതേപോലെ പഴവും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർക്കാം, തണുത്ത പാല് ചേർക്കാം. ഞാൻ പാല് ചേർക്കണില്ല ഇതിൽ, അല്ലാണ്ട് തന്നെ നല്ല കട്ടിയിൽ ഈ ഒരു ജ്യൂസ് കിട്ടും. പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇടാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈത്തപ്പഴം ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ പഴത്തിനൊക്കെ മധുരമുണ്ട്, ചക്കയ്ക്കും മധുരമുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇടാം. ഇനി അതെല്ലാം കൂടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. മുമ്പ് തുറക്കാനാവുമ്പോൾ ഉണ്ടാക്കി വെക്കണതായിരിക്കും നല്ലത്, കാരണം ഇത് കുറേ മുൻപ് ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം അതിൽ പഴം ഉള്ളതുകൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് സെർവ് ചെയ്ത് അതപ്പം തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിലരൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും ഇങ്ങനെ ചെയ്യാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്ക ഒക്കെ കിട്ടുമ്പോൾ. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോൾ പഴം വാങ്ങിയിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും. അതുപോലത്തെ പഴം നമുക്ക് ഇതിനെടുക്കാം. അതേപോലെ വാട്ടർമെലൻ്റെ പീസും വേണം. അപ്പോൾ ഞാനൊരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഴം മുറിച്ചിട്ടിട്ടുണ്ട്, അതേപോലെ വാട്ടർമെലൻ്റെ കുറച്ച് പീസ് ഇട്ടിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. നട്ട്സ് വേണമെങ്കിൽ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് വേറൊരു ചെറിയൊരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ട് അതൊന്ന് വെള്ളം കൂട്ടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അത് ഞാനിത് ഈ ഒരു ജ്യൂസിൽ കൂട്ടി അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ കിട്ടും. അപ്പോൾ അതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലും ഞാൻ പാല് യൂസ് ചെയ്യുന്നില്ല, പാല് ആഡ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നല്ല തിക്കായിട്ട് ഈ ഒരു ജ്യൂസ് കിട്ടും. അപ്പോൾ വാട്ടർമെലൺ ചേർക്കണോണ്ട് അതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. കാരണം പഴം മാത്രം ആഡ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് വാട്ടർമെലൻ്റെ പീസ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വാട്ടർമെലന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അനാർ ആദ്യം ഒന്ന് അടിച്ചിട്ട് അരിച്ചെടുത്ത് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിൽ എളുപ്പത്തിൽ ഇതാണ് വാട്ടർമെലൻ ആഡ് ചെയ്യണമായിരിക്കും എളുപ്പം. നട്ട്സൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ഇതുപോലെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെറുതെ വാട്ടർമെലൻ്റെ പീസും പിന്നെ അനാറും അതുപോലെ 2 പഴവും ഇങ്ങനെ അരിഞ്ഞ് മുകളിൽ ഇങ്ങനെ വെറുതെ വെച്ചെന്നുള്ളൂ. കസകസൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി രസമാണ് കുടിക്കാൻ നേരത്തേക്ക്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സിമ്പിൾ ജ്യൂസ് റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ഫോട്ടോസ് അയക്കുക. ഇനിയും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ താഴത്തെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ വരുന്ന 3 ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്